ഹലോ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് VPN കുറിച്ചാണ്. VPN എന്താണ്? VPN എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? VPN എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതാണ് ടെക് മല്ലു. VPN കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇന്റർനെറ്റിന്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ ഇന്റർനെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ ഒരു വൈഫൈ മോഡം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ ലാപ്ടോപ്പ് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ വൈഫൈയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ മോഡവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള വൈഫൈ, ലാപ്ടോപ്പ്, ഈ മോഡം, ഈ മൂന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ എത്ര സാധനങ്ങൾ കണക്റ്റഡ് ആണോ അത്രയും സാധനങ്ങൾ തമ്മിൽ സംസാരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഫയൽസ് ഷെയർ ചെയ്യും. ഈ സമയത്ത് നിങ്ങൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, അതായത് നിങ്ങളുടെ സ്വകാര്യ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ എല്ലാ ഫയൽസും സേഫ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ പുറത്തേക്ക് പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. പക്ഷേ ഇതേ സമയത്ത് നിങ്ങൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാന്ന് വെക്കുക, നമുക്ക് ഗൂഗിൾ തന്നെ എടുക്കാം. നിങ്ങളുടെ ഫോൺ, ലാപ്ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്, അതായത് മോഡമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളിപ്പോൾ ഫോണിൽ google.com എന്ന് സെർച്ച് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈയുമായി കണക്റ്റഡ് ആണ്. ആ വൈഫൈ മോഡം നിങ്ങളുടെ ISPയുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതായത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. അതിപ്പോൾ എയർടെൽ ആവാം, ജിയോ ആവാം, BSNL ആവാം, വേറെ ഏതെങ്കിലും ഹാത്വേ അതുപോലത്തെ വൈഫൈ പ്രൊവൈഡേഴ്സ് ആവാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ISPയുമായിട്ട് നിങ്ങളുടെ മോഡം കണക്ട് ചെയ്യും. എന്നിട്ട് ISP ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യും. ഓക്കെ, എന്നതിന് ശേഷം ഇവിടെ നിന്ന് നേരിട്ട് ഇൻഫർമേഷൻ പോവുക, അതായത് നിങ്ങൾക്ക് ഏതാണോ വെബ്സൈറ്റ് ആവശ്യമുള്ളത് അവരുമായിട്ട് കണക്ട് ചെയ്യും, അവരുടെ വെബ് സെർവറുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഇതേ സംഭവങ്ങൾ തിരിച്ച് അയക്കുകയും ചെയ്യും, അതായത് ഇതേ വഴിയിലൂടെ തന്നെ തിരിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻഫർമേഷൻ എത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇന്റർനെറ്റ് പൊതുവെ വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഇല്ലെന്ന് വെക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാ സംഭവങ്ങളും വൈഫൈ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സെയിം ആണ്. ഒരേ ഒരു വ്യത്യാസമേ വരൂ. അതായത് ഇവിടെ മോഡം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ വൈഫൈ ഉപയോഗിക്കാത്ത ഒരാളാണ്, നേരിട്ട് മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉണ്ടാവും. അതായത് നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ISPയുമായിട്ട് കണക്ട് ആവും. ഈ സന്ദർഭത്തിൽ ഇവിടെ എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ മോഡവുമായിട്ട് കണക്ട് ആയി, എന്നിട്ട് മോഡം ISPയുമായിട്ട് കണക്ട് ആയതാണ്. പക്ഷെ അതല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു ജിയോ യൂസർ ആണ്, നിങ്ങളുടെ ഫോണിന്റെ മൊബൈൽ ഇന്റർനെറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡയറക്ട്ലി ISPയുമായിട്ട് കണക്ട് ആകാണ് ചെയ്യുക. ഇനി നിങ്ങൾ അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP അഡ്രസ്സുകളെ കുറിച്ചാണ്. IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ 0 മുതൽ 255 വരെയുള്ള റേഞ്ചിലുള്ള നമ്പറുകളാണ്. മിഡിൽ കുറച്ച് ഡോട്ട്സ് ഉണ്ടായിട്ട് ഇത് ഓരോ ISP തന്റെ മോഡത്തിനോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനോ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറാണ്. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, നിങ്ങളൊരു മൊബൈൽ ഇന്റർനെറ്റ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിനും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രോഡ്ബാൻഡ് യൂസർ ആണെങ്കിൽ നമുക്ക് ഇപ്പോ തൽക്കാലത്തേക്ക് ബ്രോഡ്ബാൻഡ് യൂസറിനെ എടുക്കാം. അപ്പൊ ബ്രോഡ്ബാൻഡ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ മോഡത്തിന് നിങ്ങളുടെ ISP ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു IP അഡ്രസ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ IP അഡ്രസ് ആണ്, അതായത് നമ്മളിപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പബ്ലിക്കായി പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് കണക്ഷനിൽ നിന്ന് പബ്ലിക്കായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ IP അഡ്രസ് ഇങ്ങനെ പോകും. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡത്തിൽ നിന്ന് നിങ്ങളുടെ ISPയിലേക്ക് IP അഡ്രസ് പോകും. ആ ഇൻഫർമേഷൻ നേരിട്ട് ഇന്റർനെറ്റിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ എവിടെ എത്തും? വെബ് സെർവറിലേക്ക് എത്തും. നമ്മളിപ്പോൾ ഏത് വെബ്സൈറ്റ് ആണോ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ വെബ് സെർവറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ IP അഡ്രസ് അവിടെ കാണും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇന്നേ സ്ഥലത്ത് നിന്നുള്ള ആളുകളാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പം ചില വെബ്സൈറ്റുകൾ നമ്മളെ വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ചില വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ IP അഡ്രസ്സ് നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അത് പോകുന്ന വഴിയിലെല്ലാം ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഏതൊക്കെ വഴിയിലൂടെ പോയതാണ്, അതായത് ഏതൊക്കെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, ഏതൊക്കെ കണ്ടു എന്നൊക്കെ നിങ്ങളുടെ IP അഡ്രസ് ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാകും. ഈ IP അഡ്രസ് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റിലുള്ള നിങ്ങളുടെ അഡ്രസ്സാന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ പൊതുവെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സുകൾ അസൈൻ ചെയ്യുക ബ്ലോക്കുകളായിട്ടാണ്. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കും ഏകദേശം സെയിം IP അഡ്രസ് ആയിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച്, അതായത് IP അഡ്രസ്സിന്റെ പ്രധാന ഗുണം അല്ലെങ്കിൽ പ്രധാന ദോഷം എന്ത് വേണമെങ്കിലും വിളിക്കാം, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിച്ചിരിക്കുന്ന സ്ഥലം, അതായത് നിങ്ങൾ എവിടെ നിന്നാണോ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ആ സ്ഥലം, ആ സിറ്റി ആയിക്കോട്ടെ, ഇനിയിപ്പോ ആ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ആ കൺട്രി ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ IP അഡ്രസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ വെറുതെ www.whatismyipaddress.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ വിവരങ്ങളും നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ IP അഡ്രസ്സിനെ കുറിച്ചും കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള വിവരങ്ങളാണ്. ആളുകൾക്ക്, അതായത് അന്വേഷിക്കേണ്ട ആളുകൾക്ക് ഇതിലും വലിയ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൊക്കേഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും. അപ്പോൾ ആദ്യം ഞാൻ VPN അല്ലെങ്കിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്സിനെ കുറിച്ച് പറഞ്ഞു തരാം, അതായത് അതിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു തരാം. എന്നതിന് ശേഷം അതിന്റെ പ്രവർത്തന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നോക്കണം, അതായത് നിങ്ങൾക്ക് ഒരു ലെറ്റ്സ് ഒരു മെഡിക്കൽ കൺസേൺ ഉണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, പക്ഷേങ്കിൽ അത് നിങ്ങൾ നോക്കി എന്നുള്ള കാര്യം വേറൊരാൾക്കും അറിയാൻ പാടില്ല എന്നതാണെങ്കിൽ നിങ്ങൾക്ക് VPN ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് നോക്കാൻ, അതായത് നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് നോക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും VPN ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഓപ്പൺ വൈഫൈ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ഓപ്പൺ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പ്രൈവറ്റ് നെറ്റ്വർക്ക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഡേറ്റ തീരെ സെക്യൂർ അല്ല അതിൽ. അതായത് നിങ്ങൾ ആ വൈഫൈ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ഓപ്പൺ വൈഫൈയിൽ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഇരിക്കുന്ന ഒരു ഹാക്കർക്ക് അല്ലെങ്കിൽ അതേ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാക്കർക്ക് നിങ്ങൾ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചതിന് ശേഷം എൻ്റർ ചെയ്ത പാസ്വേഡുകൾ, ഇമെയിൽ ID എല്ലാ സംഭവങ്ങളും ആക്സസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. ഈ ഒരു സന്ദർഭത്തിലും നിങ്ങൾക്ക് VPN ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊന്നുമല്ല, ചില വെബ്സൈറ്റ്സിന് ജിയോ ലോക്ക്, ലൊക്കേഷൻ ലോക്ക്, ജിയോ ബ്ലോക്ക് എന്നിങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതായത് ചില രാജ്യങ്ങളിലുള്ള ആളുകളെ ചില വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അത് അവരുടെ കൺട്രി ലോസ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവസി കൺസേൺസ് ആവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചില രാജ്യക്കാർക്ക് ചില വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു എക്സാമ്പിൾ തരാം. അതായത് നമ്മൾക്ക് ഇപ്പോ ചൈനയുടെ കേസ് എടുക്കാം. ഓക്കെ, അപ്പൊ ചൈനയിൽ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ചൈനയിൽ കംപ്ലീറ്റ്ലി ബാൻഡ് ആണ്. ചൈനക്കാർക്കൊന്നും അതായത് യൂട്യൂബ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പലരും VPN ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്, അതായത് ചൈനയിലെ VPN-ഉം ബാൻഡാണ്. അതായത് VPN ഉപയോഗിക്കാൻ പാടില്ല. VPN ഉപയോഗിക്കുന്ന ആളുകളെയും പീനലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചൈനയിൽ. അപ്പോൾ ചൈനയിലെ വെബ്സൈറ്റ്സ് മാത്രമല്ല, VPN ഉപയോഗിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ VPN-ലെ വെബ്സൈറ്റ്സ്, VPN ആപ്സ്, എല്ലാ സംഭവങ്ങളും ബാൻഡാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് മാത്രമല്ല VPN-ന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VPN എന്ന് പറയുന്ന സംഭവം വളരെയധികം പൈസ സേവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എക്സ്പ്രസ് VPN നടത്തിയ ഒരു സർവേയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല രാജ്യത്തും പല പ്രൈസുകളാണ് പല സാധനങ്ങൾക്കും, അല്ലെ? അതായത് നമുക്കിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കേസ് എടുക്കാം. അതായത് നമ്മളിപ്പോ ഇന്ത്യ ടു UAE ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന സെയിം പ്രൈസ് ആയിരിക്കത്തില്ല നമ്മളിപ്പോ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. അതായത് സെയിം ഫ്ലൈറ്റ്, സെയിം സീറ്റുകൾ, സെയിം ആളുകളെ കൊള്ളുന്ന ഫ്ലൈറ്റ് പല രാജ്യത്ത് നിന്നും ബുക്ക് ചെയ്യുമ്പോൾ പല പ്രൈസുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസുള്ള രാജ്യത്തിന്റെ VPN ഉപയോഗിച്ച് നമുക്ക് അതായത് സെർവർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാൻ പറ്റും, സെയിം ഫ്ലൈറ്റ് പൈസ കുറഞ്ഞിട്ട്. അപ്പോൾ ഇതും VPN-ന്റെ മറ്റൊരു ഗുണമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമുക്ക് VPN-ന്റെ അല്ലെങ്കിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്സിന്റെ പ്രവർത്തന രീതി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാമിലേക്ക് പോകാം. അതായത് ഫോണിൽ നിന്ന് നമ്മൾ മോഡത്തിലേക്ക് കണക്ട് ചെയ്യും,
ലാപ്ടോപ്പിൽ നിന്നും മോഡത്തിലേക്ക് കണക്ട് ചെയ്യും. അത് നമ്മുടെ വീട്ടിലുള്ള പ്രൈവറ്റ് നെറ്റ്വർക്ക്, അതായത് വേറെ ആൾക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇനി നമ്മൾ പബ്ലിക്കായി പോകുന്നതിന് മുമ്പ് ഇവിടെ വരുന്ന വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ISPയിലേക്ക്, അതായത് നമ്മുടെ മോഡത്തിൽ നിന്ന് കണക്ട് ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു ടണൽ ഉണ്ടാക്കി നമ്മുടെ ISPയിലേക്ക് കണക്ട് ആവും. അതേ ടണലിലൂടെ തന്നെ, അതായത് പ്രൊട്ടക്റ്റഡ് ആയ നമ്മളെ IP ആർക്കും കാണാൻ പറ്റത്തില്ല, നമ്മൾ നേരിട്ട് ഇന്റർനെറ്റിലേക്ക് കണക്ട് ആവും. എന്നിട്ട് ആ ടണലിലൂടെ തന്നെ നമ്മൾ നമ്മുടെ VPN സെർവറിലേക്കാണ് പോയി കണക്ട് ആകുന്നത്. ആ ടണലിലേക്ക് നമ്മൾ VPN സെർവറിലേക്ക് കണക്ട് ആവുന്നു. എന്നിട്ട് VPN സെർവർ ഇന്റർനെറ്റിലേക്ക് കണക്ട് ആവുന്നു. അതായത് VPN സെർവർ ഇന്റർനെറ്റിലേക്ക് കണക്ട് ആകുമ്പോൾ നമുക്ക് ഒരു IP അഡ്രസ്സ് തരും. അത് ഏത് സെർവറിന്റെ IP അഡ്രസ് ആണോ നമ്മൾ സെലക്ട് ചെയ്തത്, അതായത് നമ്മളിപ്പോൾ UAE അല്ലെങ്കിൽ US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള IP അഡ്രസ്സ് നമുക്ക് നമ്മുടെ VPN സെർവർ തരും. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അതേ IP ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഏതാണോ വെബ്സൈറ്റ് ആക്സസ് ചെയ്യേണ്ടത് അതിന്റെ വെബ് സെർവറിലേക്ക് പോയിട്ട് കണക്ട് ആവും. അപ്പോൾ ആ വെബ് സെർവർ വിചാരിക്കും അതെ ഇത് US നിന്ന് വരുന്ന IP അഡ്രസ് ആണ്, അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് കാണിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ VPN ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളോട് ഏതെങ്കിലും ഒരു സെർവർ ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ സെർവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ വെബ്സൈറ്റിലും കണക്ട് ആകുക. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സിൽ നമ്മൾക്ക് ഓരോ സെർവർ തന്നിട്ടുണ്ടാവും. അതായത് നമുക്കിപ്പോൾ കാനഡ, US, UK, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ എന്നിങ്ങനെയുള്ള പല രാജ്യങ്ങളുടെ സെർവർ VPNൽ അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഒരു സെർവർ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ടണൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു VPN ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VPN ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേറെ ആർക്കും നമ്മുടെ IP അഡ്രസ്സ് കാണിക്കാതെ ആ ടണലിലൂടെ നമ്മൾ പോയി കണക്ട് ആവുന്നത് നമ്മുടെ VPN സെർവറിലേക്കാണ്. ആ VPN സെർവറിൽ നിന്ന് നമുക്ക് ഒരു IP അഡ്രസ്സ് അലോട്ട് ചെയ്യും. അതായത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത രാജ്യം US ആണെങ്കിൽ US-ന്റെ ഒരു സെർവർ നമുക്ക് അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സ് നമുക്ക് അലോട്ട് ചെയ്യും. എന്നിട്ട് ആ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഏത് വെബ്സൈറ്റ് ആണോ വിസിറ്റ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന വെബ്സൈറ്റ് വിചാരിക്കും ഇത് ശരിക്കും US-ൽ നിന്ന് വരുന്ന ആൾ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സ് US-ന്റെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി VPN വർക്ക് ആകുക. അപ്പോൾ VPN-നും ചില പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോവർ ഇന്റർനെറ്റ് കണക്ഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രാഫിക് റീറൗട്ട് ചെയ്ത് വിടുകയാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള ഒരു സെർവറിൽ ആക്സസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് VPN സെർവറായ വേണമെങ്കിൽ VPN സെർവർ ലോകത്തിന്റെ അങ്ങേയറ്റത്തായിരിക്കും, അവിടെ പോയിട്ട് അവിടുന്ന് അമേരിക്കയിലേക്ക് ആക്സസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില VPN സർവീസുകൾ, ഫ്രീ ആയ ചില VPN സർവീസുകൾ നിങ്ങളുടെ ഡേറ്റ വിൽക്കാനുള്ള, അതായത് മറച്ചു വിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പൈസ ഉണ്ടാക്കണമല്ലോ, ഏതെങ്കിലും രീതിയിൽ അവർ പൈസ മുതലാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡേറ്റ, അതായത് പ്രൈവറ്റ് ഡേറ്റ അല്ല, പകരം VPN ഉപയോഗിക്കുന്ന ആളുകൾ ഏതൊക്കെ വെബ്സൈറ്റ് ആണ് വിസിറ്റ് ചെയ്യുന്നത് അതുപോലത്തെ ഡേറ്റാസ് അവർ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല രാജ്യങ്ങളിലും VPN എന്ന സർവീസ് തന്നെ ബാൻഡ് ആണ്. അപ്പോൾ അത് മൂന്നാമത്തെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ നാലാമത്തെ പ്രശ്നം അല്ലെങ്കിൽ അവസാനത്തെ പ്രശ്നം, ചില വെബ്സൈറ്റുകൾ VPN സെർവറുകൾക്ക് ആക്സസ് കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നെറ്റ്ഫ്ലിക്സ് തന്നെ എടുക്കാം. നെറ്റ്ഫ്ലിക്സ് നമുക്ക് VPN ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്നതല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ്ഫ്ലിക്സിന്റെ സെർവേഴ്സിന് VPN ഉപയോഗിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ VPN സെർവേഴ്സിനെ മനസ്സിലാക്കാനും VPN ഉപയോഗിച്ച് തന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആക്സസ് കൊടുക്കാണ്ടിരിക്കാനും ബ്ലോക്ക് ഒന്നും ചെയ്യത്തില്ല, പകരം ആക്സസ് കൊടുക്കാണ്ടിരിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ VPN എല്ലാ രീതിയിലും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കണമെന്നൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ VPN കൈൻഡ് ഓഫ് കോസ്റ്റ്ലി ആണ്. പക്ഷേങ്കിൽ സ്വന്തം പ്രൈവസിക്ക് വേണ്ടി, അതായത് സ്വന്തം ആളുകൾ, നമ്മൾ ഇന്റർനെറ്റ് ഫുട് പ്രിന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഇന്റർനെറ്റിൽ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും എല്ലാവർക്കും കാണാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങളറിയാതെ നിങ്ങളെ സ്പൈ ചെയ്യുന്ന നിങ്ങളുടെ ഫോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. അതിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളറിയാതെ നിങ്ങളെ എങ്ങനെയാണ് സ്പൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇവിടുന്ന് പോകരുത്. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നത് വരെ
ടെക് മല്ലു എന്ന ഈ ചാനലിനെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ടെക് മല്ലു ഒഫീഷ്യൽ എന്നാണ് എൻ്റെ യൂസർ നെയിം. അതുപോലെ തന്നെ ഇവിടെ യൂട്യൂബിലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.